എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുട്ട വെച്ചൊരു വിഭവം ഉണ്ടാക്കിയാലോ. മുട്ട വെച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മുട്ടയും കൊണ്ട് ലോലിപോപ്പ് ഉണ്ടാക്കിയാലോ എളുപ്പത്തിൽ. അതിനായി നമ്മൾ 5 മുട്ട എടുത്തിട്ടുണ്ട്. ബോയിൽ ചെയ്തിട്ട് പുഴുങ്ങിയാണ് എടുത്തേക്കണേ. അത് നമുക്ക് ഇന്ന് ഗ്രേറ്റർ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ കൈ കൊണ്ട് നിങ്ങൾ മാഷ് ചെയ്താലും മതി. ഗ്രേറ്റർ ഇല്ലാത്തവർ കൈ കൊണ്ട് മാഷ് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ 5 മുട്ട നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന മസാലകളാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം. 1 പിഞ്ച് വെളുത്തുള്ളി, 1 പിഞ്ച് ഇഞ്ചി, 1 പിഞ്ച് കൊറിയൻഡർ ലീഫ്, കുറച്ച് കറിവേപ്പില, എരിവിനാവശ്യമായിട്ട് പച്ചമുളക്, ചെറിയ കഷ്ണം സവോള ചേർത്ത് ചെയ്യും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടാണ് നമ്മൾ ചേർക്കാൻ പോകുന്നതാണ് കുറച്ച് ഗരം മസാല, പെപ്പർ, കുറച്ച് മഞ്ഞൾപ്പൊടി, കളറിന് ആവശ്യമായിട്ട് ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ കോട്ടിങ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ടയൊക്കെ ഗ്രേറ്റ് ചെയ്ത് ലോലിപോപ്പിന് വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി നല്ല ടൈറ്റ് ചെയ്ത് ബോളാക്കി മാറ്റി വെക്കണം. ടൈറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. നന്നായിട്ട് നല്ല ഷേപ്പിലെടുക്കും. കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 2 മുട്ട എടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് പൊട്ടി കഴിക്കാം. നമ്മളിതിനെ ബീറ്റ് ചെയ്യാൻ പോവാണ്. ബീറ്റ് ചെയ്യണ കൂടെ ശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ ഒക്കെ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടാണ്. പച്ചമുട്ട ആയതുകൊണ്ടാണ്. ജസ്റ്റ് നമ്മൾ ക്രംസി മുക്കണതാണ്. നമുക്ക് ഒന്നോടെ മുട്ടവെള്ളം മുക്കിയിട്ട് വീണ്ടും ക്രംസി മുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മൾ 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ബോൾ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇനി ക്രംസി മുക്കി മുട്ടവെള്ളയിൽ ഒന്നോടെ മുക്കി വീണ്ടും ക്രംസി മുക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. എഗ്ഗ് നമ്മൾ നന്നായിട്ട് ക്രംസിലൊക്കെ മുക്കി നല്ല ഉണ്ടയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നോടെ മുട്ടവെള്ളയിൽ മുക്കി ഒന്നോടെ ക്രംസി മുക്കേണ്ടതുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് മുട്ട കോട്ട് ചെയ്തെടുക്കാം. ലാസ്റ്റാണ് നമ്മൾ ക്രംസായിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലോലിപോപ്പ് ക്രംസിലും ഒക്കെ പിടിച്ച് നല്ല സെറ്റായി ഇരിക്കുകയാണ്. അരമണിക്കൂർ ഫ്രീസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അരമണിക്കൂർ ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ ഇനി ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എണ്ണയിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഓരോന്നായി ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയ എഗ്ഗ് ലോലിപോപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീടുകളിൽ പോയി ഇത് ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ്. ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് കമൻറ്റ് രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.